എല്ലാ വ്യൂസിനും മൈ സ്കൂട്ടർ വേൾഡിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സ്കൂട്ടറാണ് ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. യമഹയുടെ ഫസീനോയാണ്. ഫസീനോ 125cc ഹൈബ്രിഡ് മോഡലിലെ ഏറ്റവും പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ഒരു കളറാണ്. ഇതിൻ്റെ പേര് മാറ്റ് ഓറഞ്ച് എന്നാണ്. ഇതിന് മുന്നേ ഈ കളർ നമ്മുടെ റേസ് ZR ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഫസീനോയിലും കൊണ്ടുവന്നിരിക്കുകയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്ത് തരാം. ചെറിയ കുറച്ച് മാറ്റങ്ങളും വണ്ടിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മുടെ ചാനൽ മെമ്പർ ആയിക്കോളൂ. അത് ഫുൾ ഫ്രീ ആണ്. നിങ്ങൾ പേയ്മെൻറ്റ് ഒന്നും തരേണ്ട ആവശ്യമില്ല. അതുകൂടാതെ നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വാഹനങ്ങളുടെ അതുപോലെ തന്നെ കാസിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ബാറിൽ വരികയും നിങ്ങൾക്കത് കാണാൻ അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഫസീനോ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, 125cc തന്നെ ഏറ്റവും അധികം ഡ്രൈവിംഗ് കംഫർട്ടും സേഫ്റ്റിയും ഹാൻഡിലിങ്ങും അതുപോലെ തന്നെ മൈലേജും തരുന്നൊരു വാഹനമാണ്. അതിൽ ഈ മാറ്റ് ഓറഞ്ച് കളറിൽ നിങ്ങൾക്ക് മിററിനെ കുറിച്ച് പറയുമ്പോൾ മിറർ ക്രോം പ്ലേറ്റഡ് മിററാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൂടാതെ ഹാൻഡിൽ കവറിന് നമ്മുടെ ഹെഡ്ലൈറ്റിന് ചുറ്റുമായിട്ടൊരു ക്രോമിൻ്റെ ഓർണമെൻറ്റും പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഹെഡ്ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ LED ഹെഡ്ലൈറ്റ്സ് ആണ് നമുക്ക് വണ്ടിയിൽ ലഭിക്കുന്നത്. ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് വരുന്നുണ്ട്. LED എന്ന് പറയുമ്പോൾ മേളിൽ ഡിമ്മിനും ബ്രൈറ്റിനും സെപ്പറേറ്റ് ബൾബുകൾ അവർ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രകാശം നമുക്ക് വണ്ടിയിൽ ലഭിക്കുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് പോർഷൻ, ആ ഫെൻഡർ പോർഷനെ കുറിച്ച് പറയാം. നമ്പർ പ്ലേറ്റ് ഇരിക്കുന്ന ഭാഗം സാധാരണ മറ്റു മോഡൽസിലെല്ലാം മാറ്റ് ബ്ലാക്ക് കളർ അല്ലെങ്കിൽ പിയാനോ ബ്ലാക്ക് കളർ വരുമ്പോൾ ഇതിന് ബോഡി കളർ തന്നെ ഓറഞ്ച് കളർ നമുക്ക് ബോഡി കളർ തന്നെ ലഭിക്കുന്നതാണ്. അതിന് രണ്ട് സൈഡിലും ക്രോമിൻ്റെ ഓർണമെൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് ക്രോം ലഭിക്കുന്നുണ്ട്. ബാക്കി കളേഴ്സിനെല്ലാം പിയാനോ ബ്ലാക്ക് ആയിരിക്കും ലഭിക്കുക. ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ ഹാലജൻ ബൾബ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഫ്രണ്ടിലെ മഡ് ഗാർഡ് ഫുൾ മെറ്റലാണ് ലഭിക്കുന്നത്. ബാക്കി പോർഷൻസ് എല്ലാം തന്നെ ഫൈബർ ആയിരിക്കും. ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ വണ്ടിയിൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹാൻഡിലിങ്ങും റൈഡിങ്ങും ടേണിങ്ങും എല്ലാം തന്നെ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഫ്രണ്ട് ടയർ സൈസ് വരുന്നത് 12 ഇഞ്ചാണ്. ടയർ സൈസ് വന്നത് 90/12 ട്യൂബ്ലെസ് ടയറാണ്. MRF അല്ലെങ്കിൽ TVSൻ്റെ ടയറായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഫ്രണ്ട് നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഡിസ്ക് ബ്രേക്ക് ലഭിക്കുന്നുണ്ട്. 130 mm ആണ് ഡിസ്ക് ബ്രേക്ക് ലഭിക്കുന്നത്. സിംഗിൾ പിസ്റ്റൺ യൂസ് ചെയ്തിട്ടുള്ള ഡിസ്ക് ബ്രേക്കാണ് ലഭിക്കുന്നത്. ഇതിന് തന്നെ ഡ്രം വേരിയൻറ്റും വരുന്നുണ്ട്. ഡ്രം വേരിയൻറ്റ് എടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ. കാരണം ഡ്രം വേരിയൻറ്റിന് നമുക്ക് ഈ ഡിസ്ക് ബ്രേക്ക് ലഭിക്കില്ല, നിങ്ങൾക്ക് ഒബ്വിയസ്ലി അറിയാം. പിന്നെ അത് കൂടാതെ ഡിജിറ്റൽ മീറ്റർ ആയിരിക്കില്ല, നോർമൽ അനലോഗ് മീറ്റർ ആയിരിക്കും വണ്ടിക്ക് ലഭിക്കുക. അപ്പോൾ ഡ്രം വേരിയൻറ്റ് എടുക്കാതിരിക്കുക. മാക്സിമം ഡിസ്ക് ബ്രേക്കും ഡിജിറ്റൽ മീറ്ററും വരുന്ന വാഹനം തന്നെ എടുക്കുക. വാഹനത്തിൻ്റെ ടോട്ടൽ വീൽ ബേസ് വരുന്നത് 1280 mm ആണ്. 145 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. ആകെ വെയിറ്റ് വരുന്നത് 99 kg ആണ്. സീറ്റിന്ന് അതായത് താഴെ നിന്ന് സീറ്റിലേക്കുള്ള ഹൈറ്റ് 780 mm ആണ് അതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. ടോട്ടൽ വെയിറ്റ് ക്യാരിങ് കപ്പാസിറ്റി 150 kg ആണ്. 150 kg വെയിറ്റ് വരെ നമുക്ക് വണ്ടിയിൽ താങ്ങാവുന്നതാണ്. അതുകൂടാതെ മറ്റൊരു എടുത്ത് പറഞ്ഞ കാരണം വെച്ചാൽ ഇതിൻ്റെ മൈലേജാണ്. 125cc തന്നെ നമുക്കൊരു 60-70 ഇടയിൽ അടിപൊളി മൈലേജ് ലഭിക്കുന്ന ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും അധികം മൈലേജ് ലഭിക്കുന്ന സ്കൂട്ടർ തന്നെ നമുക്ക് എടുത്ത് പറയാം. 145 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുകൂടാതെ ഇതിൻ്റെ ഈ ബോഡി പാനൽ സെറ്റപ്പ് എല്ലാം ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. സെപ്പറേഷൻ നമുക്ക് വളരെ കുറച്ച് ഫീൽ ചെയ്യുള്ളൂ. ഇതാണ് വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം വരുന്നത്. അത്യാവശ്യം നല്ലൊരു ലോഡ് ക്യാരിങ് കപ്പാസിറ്റി വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ഫൈബർ യൂസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി പ്ലാറ്റ്ഫോമാണ് നമുക്ക് ഫസീനോയിൽ ലഭിക്കുക. നിങ്ങളൊന്ന് ക്ലോസ് ആയിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഫൈബറിൻ്റെ ക്വാളിറ്റി അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. ഇത് കണ്ടോ, ഇത് ഈ ഒരു ഹുക്ക് കണ്ടോ, ഈ ഹുക്കിന് 3 കിലോ വെയിറ്റ് താങ്ങാനുള്ള കപ്പാസിറ്റി വരുന്നുണ്ട്. ഇതാണ് ഫസീനോൻ്റെ ബാഡ്ജിങ്ങും ആ ഫ്രണ്ട് ഫുഡ് സ്പേസിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. കീ സ്വിച്ച് ഇവിടെയാണ് വരിക. സീറ്റ് ഓപ്പൺ ചെയ്യാനുള്ളതും ഈ കീ സ്വിച്ചിൽ തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് മേളിലേക്ക് വരുമ്പോൾ ആ സ്വിച്ചസിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. ലെഫ്റ്റ് സൈഡിൽ സ്വിച്ചസ് വരുന്നത് ഡിമ്മ് ബ്രൈറ്റ് വരുന്നുണ്ട്. ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് വരും. അതിൻ്റെ താഴെയായിട്ട് ഹോണിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് വരുന്നുണ്ട്. അതുപോലെ ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് വരുന്നു. അതിൻ്റെ താഴെ സെൽഫ് സ്റ്റാർട്ടിന് സ്വിച്ച് വരും. ഈ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് സ്റ്റോപ്പ് എപ്പോഴും ഓണാക്കിയിടണം. കാരണം വണ്ടി ഐഡിയലായിട്ട് നിൽക്കുന്ന സമയത്ത് അത് ഓഫായി പോകാനും കൂടുതൽ മൈലേജ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങളെ. ഇതാണ് വാഹനത്തിൻ്റെ ഡിജിറ്റൽ മീറ്റർ വരുന്നത്. ഈ മീറ്ററിൽ നമുക്ക് ഓൾറെഡി ബാറ്ററിയുടെ ചാർജ്, ഉള്ള ഫ്യൂൽ വെച്ചിട്ട് എത്ര കിലോമീറ്റർ ഓടും, ഇൻസ്റ്റന്റേനിയസ് മൈലേജ്, അതുകൂടാതെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ, എഞ്ചിൻ ഓയിലിൻ്റെ കണ്ടീഷൻ എല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ കാണിക്കുന്നുണ്ട്. ഡിസ്ക് ബ്രേക്കിൻ്റെ മോഡൽ എടുക്കുമ്പോൾ നമുക്ക് അഡീഷണലായിട്ട് യമഹ കണക്ട് ആപ്പ് വഴി കോള്, SMS, അതുകൂടാതെ മൊബൈലിൻ്റെ ചാർജ്, ബാറ്ററി ചാർജ്, മൊബൈലിൻ്റെ റേഞ്ച് എല്ലാം തന്നെ വണ്ടിയുടെ മീറ്ററിൽ തന്നെ കാണിച്ചു തരുന്നതാണ്. സീറ്റിൻ്റെ കളർ, സീറ്റ് കവറിൻ്റെ കളർ മാറിയിട്ടുണ്ട്. കുറച്ച് ഒരു ബ്രൗൺ ആയിട്ടുള്ള കളറാണ് ഇതിൽ ലഭിക്കുന്നത്. റിയർ സൈഡ് ഗ്രാബ് റെയിൽ വരുന്നതും മാറ്റ് ബ്ലാക്ക് കളറാണ്. 21 ലിറ്ററാണ് വാഹനത്തിൻ്റെ സീറ്റിൻ്റെ താഴെയുള്ള സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നത്. ഫ്യൂൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി 5.2 ലിറ്ററാണ്. സീറ്റിൻ്റെ താഴെയുള്ള വലിയ പോർഷനിൽ ഇതുപോലെ ക്രോമിൻ്റെ നല്ല അടിപൊളി ഓർണമെൻറ്റ് ഒരെണ്ണം വന്നിട്ടുണ്ട്. ഫസീനോയുടെ ബാഡ്ജിങ് വരുന്നുണ്ട്. സീറ്റ് നല്ല പ്ലഷി ആയിട്ടുള്ള സീറ്റാണ്. സുഖമായിട്ട് 2 3 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാം. പക്ഷേ 3 പേര് യാത്ര ചെയ്യാൻ സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങൾ 2 പേര് മാത്രമേ യാത്ര ചെയ്യാവൂ. ഇപ്പോൾ ഇതാണ് ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡ് നല്ല ഒരു പെയിൻറ്റിങ് ഫിനിഷ് നമുക്ക് കാണുന്നുണ്ട്. ഫസീനോൻ്റെ 3D ബാഡ്ജിങ് വരുന്നുണ്ട്. വാഹനത്തിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി വരുന്നത് 125cc ആണ്. 4 സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ SOHC ടെക്നോളജി യൂസ് ചെയ്തുള്ള ഡ്യുവൽ വാൽവ്
ഫ്യൂൽ ഇഞ്ചക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഈ വാഹനത്തിന് നമുക്ക് മാക്സിമം കിട്ടുന്ന പവർ 8.2 bhp ആണ്. മാക്സിമം ടോർക്ക് 10.3 ന്യൂട്ടൺ മീറ്റർ ആണ്. വി ബെൽറ്റ് ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്, ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. സ്മാർട്ട് മോട്ടർ ജനറേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് പിക്കപ്പും നമുക്ക് വണ്ടിയിൽ ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ 12 വോൾട്ട് 5 ആംപിയർ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ ഓൾറെഡി വരുന്നുണ്ട്. കാരണം സൈഡ് സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവത്തുള്ളൂ. മെയിൻ സ്റ്റാൻഡും ഓൾറെഡി വരുന്നുണ്ട്. ലേഡീസ് ഫുഡ് റെസ്റ്റ് അഡീഷണൽ ആക്സസറി ആണ്. റിയർ സൈഡ് ഫുഡ് റെസ്റ്റ് റബ്ബർ മൗണ്ടർ ആണെങ്കിൽ അത് ഓൾറെഡി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിയർ സൈഡ് ടൈൽ ലൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരു സിംഗിൾ യൂണിറ്റിലാണ് ടൈൽ ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ ഹാലജൻ ബൾബാണ്. ടൈൽ ലൈറ്റും ഹാലജൻ ബൾബ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നല്ല സ്പോർട്ടി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഫിനിഷിംഗ് ആയിട്ടുള്ള ടൈൽ ലൈറ്റാണ് നമുക്ക് ലഭിക്കുന്നത്. റിയർ സൈഡ് ഇനി എടുത്ത് പറഞ്ഞ കാരണം വെച്ചാൽ വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് ടയറാണ്. ടയറിൻ്റെ സൈസ് വരുന്നത് 90 സൈസാണ് വരുന്നത്. അതുകൂടാതെ 10 ഇഞ്ച് അലോയ് വരുന്നുണ്ട്. 130 mm ഡ്രം ബ്രേക്സും നമ്മുടെ സേഫ്റ്റിക്കായിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ UBS ബ്രേക്കിംഗ് സപ്പോർട്ട് ഉണ്ട്. ഫ്രണ്ടും ബാക്കും ബ്രേക്ക് കണക്റ്റഡ് ആയിരിക്കും. നിങ്ങൾ ഏത് സൈഡിലെ ബ്രേക്ക് അപ്ലൈ ചെയ്താലും പ്രപ്പോർഷണലായിട്ട് മറ്റേ സൈഡിലെ ബ്രേക്ക് കൂടി അപ്ലൈ ചെയ്ത് നിങ്ങൾ സേഫായിട്ട് വണ്ടി ലാൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റിയർ സൈഡ് സൈലൻസറിനും ഒരു ഫൈബറിൻ്റെ ഹാർഡ് ക്വാളിറ്റി ഫൈബറിൻ്റെ ഒരു ഷീൽഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഫാനിൻ്റെ ആ ഒരു പോർഷനിലും നല്ലൊരു ഷീൽഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വാഹനത്തിന് ഓൺ റോഡ് കോസ്റ്റ് വരികയാണെങ്കിൽ ഏകദേശം 1,30,000 തൊട്ട് 1,20,000 രൂപ വരെയാണ് ഇതിന് ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. കാരണം ഇതിന് കളർ ടു കളർ യമഹയുടെ എല്ലാ വണ്ടികളും ഇപ്പോൾ FC ആയിക്കോട്ടെ, MT ആയിക്കോട്ടെ, R15 സീരീസ് ആയിക്കോട്ടെ, അതുപോലെ ഫസീനോ, റേസർ എല്ലാ സീരീസിലും കളറിനനുസരിച്ച് പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. ഫസീനോയിൽ ഏറ്റവും അധികം കോസ്റ്റ് വരുന്നത് മാറ്റ് ബ്ലാക്ക് കളറാണ് ഫസീനോ എസ്സിൽ. അപ്പോൾ നിങ്ങൾക്ക് മാറ്റ് ബ്ലാക്ക് കളറും കിട്ടും. അതുകൂടാതെ അലോയ് വീൽസ് എല്ലാം ഒരു ഗോൾഡൻ ഷെയ്ഡ് ആയിരിക്കും വരിക. അപ്പോൾ 1,6 to 1,20 ഇതിൻ്റെ ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. ഞാൻ ബേസിക്കായിട്ട് നിങ്ങൾ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആണെങ്കിൽ ഫിനാൻസിൻ്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിൽ ഒരു 10,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ബാലൻസ് എമൗണ്ട് ലോൺ ഇട്ട് നമുക്ക് വണ്ടി എടുക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല സിബിൽ സ്കോറുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ 100% വരെ ലോൺ കിട്ടും. ഇപ്പോൾ നിങ്ങൾ സപ്പോസ് 10,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ തന്നെ നിങ്ങൾക്കൊരു 4,000-നും 5,000-നും ഇടയിലായിരിക്കും EMI വരിക. 3 വർഷത്തേക്കാണ് ഞാൻ ഈ ടെൻഡർ കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ നമ്മുടെ ഡീലർഷിപ്പ് റൈഡർ മോട്ടോഴ്സ് ആണ്. നോർത്ത് പറവൂർ പെരുവാരം ജംഗ്ഷനിലാണ് അവരുടെ ഷോപ്പ് വരുന്നത്, ഷോറൂം വരുന്നത്. സെയിൽസ്, സർവീസ്, സ്പെയർ പാർട്സ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. ഏകദേശം ഒരു 8ഓളം ബാങ്കിൻ്റെ സപ്പോർട്ടുണ്ട്. നിങ്ങളുടെ പഴയ വാഹനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയത് എടുക്കാനുള്ള സപ്പോർട്ടുണ്ട്. അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയിലും അതുകൂടാതെ ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്തിട്ടുണ്ട്. യമഹയുടെ ഏത് വാഹനം എടുക്കാനായിക്കോട്ടെ നിങ്ങൾക്ക് നല്ലൊരു സർവീസും സെയിൽസ് സപ്പോർട്ടും അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും അവരെ കോൺടാക്ട് ചെയ്യുക. റേറ്റ് എടുത്തിട്ട് മാത്രം ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുക യമഹയുടെ ഏത് വണ്ടി എടുക്കുന്നെങ്കിലും. അതുപോലെ ഫസീനോ എന്നുള്ളത് ഏറ്റവും നല്ലൊരു ചോയ്സാണ്. 120cc സെഗ്മെൻറ്റിൽ 2014 തൊട്ട് വണ്ടി നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ ഓടുന്നുണ്ട്. ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പഴയ ഫസീനോ എടുത്തിട്ട് പുതിയ ഫസീനോ എടുക്കുന്ന ഒരുപാട് ആൾക്കാർ. മൈലേജ്, സർവീസ് സപ്പോർട്ട്, പാർട്സിൻ്റെ ക്വാളിറ്റി, ഒരു യമഹയുടെ ഒരു എന്താ പറയുക ഒരു ഡ്യൂറബിലിറ്റി, അതുപോലെ തന്നെ ഒരു വിശ്വാസം, ബ്രാൻഡിൻ്റെ വിശ്വാസം, റീസെയിൽ വാല്യൂ, ഇതെല്ലാം തന്നെ ഫസീനോകൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ്. മൈലേജ് എന്ന് പറഞ്ഞാൽ ഒരു കറ തീർന്നത് 65 to 70 മൈലേജ് ഒത്തിരി കസ്റ്റമേഴ്സിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ 120cc സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു 1,00,000 രൂപ 1.10 റേഞ്ചിൽ സ്കൂട്ടർ എടുക്കാൻ നോക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്, നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഫസീനോ ഈസ് എ നമ്പർ 1 ചോയ്സ് എന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരുപാട് വണ്ടികളുണ്ട്, ആക്റ്റീവ, ജുപ്പിറ്റർ എല്ലാം തന്നെ വരുന്നുണ്ട്. പക്ഷേ മൈലേജ്, റിലയബിലിറ്റി, സ്പേസ്, കാണാനുള്ള ഭംഗി എല്ലാത്തിലും ഫസീനോ ആണ് നമ്പർ 1. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ